കുഴപ്പമില്ല. Hello YouTube, welcome to another video, and yes, today another adventure off-road trails, and ഇന്നത്തെ ട്രെയിൽസ് എന്ന് പറയുന്നത് വരാട്ടുമേടാണ്. യെസ്, ദ ലോങ് ആൻറ്റിസിപ്പേറ്റഡ് വരാട്ടുമേട്. ഞാൻ ഒരുപാട് ആയിട്ട് ഇങ്ങനെ എന്തു പറയാൻ മനസ്സിലുള്ളൊരു സ്ഥലമാണ്, ട്രെയിൽസാണ് വരാട്ടുമേട് എന്ന് പറയുന്നത്. കാരണം ആ പാലൊഴുകും പാറയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ആ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ കാണാൻ ഒരു രക്ഷയില്ല. ഞാൻ കുറേ വീഡിയോസ് കണ്ടു. ഇത് ഇന്നലെ ഇരുന്ന് എനിക്ക് തോന്നുന്നു ഒരു 4-5 വീഡിയോസ് ഉണ്ട് വരാട്ടുമേട് ട്രെയിൽസൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഓഫ് റോഡ് ട്രെയിൽസിൽ അക്ഷയ് ഉണ്ട്, അജോ ഉണ്ട്, പിന്നെ നമ്മുടെ ജിക്കി ഉണ്ട്, കിരൺ ബ്രോ ഉണ്ട്, പിന്നെ അർച്ചിത്ത് ഉണ്ട്, പിന്നെ 2 പേരും കൂടെയാണ്, ഞാൻ പേര് മറന്നു. വരാട്ടുമേട് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹാർഡ് കോർ ഓഫ് റോഡാണ് വരാട്ടുമേട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, എന്തായാലും കയറി നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് ടാക്കിളിയും പഠിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, എരുമേലി, നെടുങ്കണ്ടം ആ ഒരു സൈഡൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന റൂട്ട് ഏതാണ്? നമ്മുടെ ഈ മണിമല, ഈ റൂട്ട്, അതായത് നമ്മളിപ്പോൾ നേരെ പോകുന്ന റൂട്ട് മണിമല, അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോറസ്റ്റ് റൂട്ടും പോകാൻ പറ്റും അല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടുകളിലൊന്നാണ് ഈ 2 റൂട്ടുകൾ. 2 റൂട്ടുകൾ എന്ന് പറഞ്ഞാൽ 2 ഏകദേശം ഒരേപോലെയാണ്. നമുക്ക് ഭാഗ്യമില്ലെന്ന് തോന്നി, ഇല്ലെങ്കിൽ ഒരു സൺ കിസ്സൊക്കെ കിട്ടിയേനെ. നോക്കാം, എന്തായാലും നോക്കാം. Oh, sun-kissed. Oh man, that's really beautiful. Oh, really unexpected. Oh man. പൊൻകുന്ന്, കാഞ്ഞിരപ്പള്ളി, ഇതുവഴിയാണ് പോകേണ്ടത്. മണ്ണംപ്ലാവ്, അവിടെ നിന്ന് റൈറ്റ്. ഓക്കെ, സോ സി യു ആഫ്റ്റർ ഫുഡിങ്. നമ്മൾ വാഗമണിലോട്ട് കയറുക. ആ ഒരു ബ്യൂട്ടി ഇത് ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞ കളേഴ്സ് ഇതാണ്. റെഡ്, ഓറഞ്ച്, യെല്ലോ, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ചെറിയ പുല്ലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മലകളും ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. എക്സാക്ട്ലി ആ ചെറിയ ഈ പുല്ല് പോലെ വളർന്ന് കിടക്കുന്നില്ല, ഇതൊക്കെ ഭയങ്കര രസമാണ്. ഇത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ബ്യൂട്ടിഫുൾ എന്നല്ലാതെ വേറൊന്നും പറയാൻ തോന്നില്ല. ഈ ഒരു ഫ്രെയിം നിങ്ങൾ നോക്ക്. എന്താ പറ്റിയടാ? ചൂട്. അപ്പോൾ അജോയുടെ ഈ ഫ്രണ്ട് ഫെൻഡറിലെ ഒരു അലൻ സ്ക്രൂ ഊരിപ്പോയി. അപ്പോൾ അതിനെ നമ്മൾ പിന്നെ ഒരു വെൽക്രോയും ചെറിയ എന്തോ കമ്പിയൊക്കെ വെച്ച് കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പം തൽക്കാലത്തേക്ക് സെറ്റായി. സോ ലെറ്റ്സ് ഗോ. പാലൊഴുകും പാറ, പിന്നല്ല കുഴി എന്ന് പറഞ്ഞാൽ കുഴി കൂടെ തന്നെ ഇറങ്ങണം. പിന്നല്ല ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം. ഞാൻ ആക്ച്വലി ആ വീഡിയോസ് ഇന്നലെ കണ്ടെന്ന് പറയില്ലേ, ആ വീഡിയോസിലെല്ലാം ഈ ഒരു റൂട്ടുണ്ടായിരുന്നു. ഞാൻ ഈ റൂട്ട് തപ്പി ഈ ഒരു ചെറിയ ഷെഡ്, കട, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എന്ത് പറയാം, വേ പോയിൻറ്റ് അല്ലെങ്കിൽ മാർക്കർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് കഴിഞ്ഞ് തൊട്ടടുത്താണ് സ്ഥലം. അയ്യോ, ഇതാണ് മറ്റേ പാലൊഴുകും പാറ. വെള്ളമില്ല, വെള്ളമൊന്നുമില്ല. പക്ഷേ ഇതടുത്ത ചെക്ക് പോയിന്റ്. ആ വളവിൽ നിന്ന് ലെഫ്റ്റ്.
ആള് ബോഡിയാണല്ലോ. ഓക്കെ, മനസ്സിലായി. കമോൺ പതുക്കെ എടുത്ത് പോയി. ബാക്ക് ബ്രേക്ക്. MTC തലവേദനയാണ്. എത്ര ഓട്ടം. That's it. Good. ഒന്നുമില്ല, അരച്ചത്തെ കയറാന്നേ ഉള്ളൂ. സ്റ്റാൻഡ് കയറാ ഉള്ളൂ. അർഷിതേ, വണ്ടി വീണ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇഗ്നിഷൻ ഓഫ് ചെയ്യണേ. സർവീസ് അല്ലേ നിങ്ങൾ തന്നെ ഇത് പൊക്കാൻ നോക്കി പറഞ്ഞുതരാം. വെയിറ്റ് ആദ്യം അവിടെ നിന്ന് വീണേ, നിങ്ങൾ വീണ് കിടക്കുന്ന പോലെ ഫോട്ടോ എടുക്കാം. വെറുതെ അവിടെ എന്നാലും മതി. ഫ്രെയിമൊന്നും മറന്നു. എന്നാ പോസാ നീ ബീച്ച് കിടക്കുക. അയ്യോ, അങ്ങനെ വരിക. ഞാൻ വന്നോളാം. അത് കുഴപ്പമില്ല, ഇറങ്ങാം. അങ്ങനെ എല്ലാ വണ്ടികളെയും വിട്ടിട്ട് ഇറങ്ങാം. അങ്ങനെ കാണുന്ന പോലെയല്ല. എന്തോ തിരുവനന്തപുരം. തിരുവനന്തപുരം കൊല്ലമൊക്കെ ഉണ്ട്.
പിന്നെ അത് സംഭവം കാല് കുരുങ്ങിപ്പോയി. ആ ഗിയറല്ലേ? ഗിയർ. ഓക്കെ. കയറി കയറി കയറി. എന്ത് സീൻ! എൻ്റെ അമ്മോ, കാല് ഓ. സീറ്റിംഗ് ഒക്കെ അല്ലേ? ബ്രേക്ക് കിട്ടിയാ? ഓക്കെ 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 പോട്ടെ. കട്ടിങ് കൂടുതലാണ്. ആ പോട്ടെ. ഓക്കെ ബാക്കിൽ നിന്ന് കാല് മാറ്റി വെച്ചോ. ബാക്ക് ടച്ചാകുമ്പോഴേ കൂടുതൽ ഫ്രൈ ആവുന്നുണ്ട്. തന്നെ ഫ്ലൈഡ് ചെയ്ത് ഇറങ്ങിയാൽ ഇറങ്ങിയില്ല. ഞാൻ കുഴിയിലിറക്കി നോക്കാം. അല്ലെങ്കിൽ സ്ലോ 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 എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കാം. പോസ് ഹാഫിലേനെ എടുത്തിട്ടോ. ഓക്കെ ബ്രോ, മാറൂ. അത് മാറിക്കേ. ഇടയ്ക്ക് അവള് തൻ്റെ അവള് സെൻ്റർ തന്നെ കീപ്പ് ചെയ്യാം. അപ്പോൾ ചുമ്മാ അല്ല. എൻ്റെ കാല് ലോക്കായിപ്പോയി. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നും. മൂത്ത എവിടെ നോക്കി? ഇപ്പോഴെപ്പോഴും ലോക്കാവും. കൈയെടുത്ത് ഭാഗ്യം ഇത് പൊട്ടിയില്ല. വണ്ടി വണ്ടി ഇനി 3 വണ്ടി 4 വണ്ടിയുള്ള പിടിക്കില്ലേ? കൊടുത്തോ ട്രാക്ഷൻ. ഓൾറെഡി ഡെഡാ. ആ പറയാളിപ്പം. ട്രാക്ഷൻ ഫോട്ടോ എടുത്താൽ മതി.
കയറി കഴിയുമ്പോ ബാക്കി ലാൻഡ് ചെയ്യുമ്പോൾ ബ്രോ അതെനിക്ക് കയറാൻ പറ്റില്ല. ഏതാ നല്ല പൊക്കമുണ്ട് ഇത്. അതേ നമ്മളെ കൂടില്ലേ? ഓക്കെ 3 2 1 ആകമാ. കുഴപ്പമില്ല. ഓക്കെ ആണോ? ആ ബ്രോ ഇതൊന്ന് കയറ്റാമോ? എനിക്ക് പറ്റില്ല, ഭയങ്കര പാടാ. നിൽക്കട്ടെ കയറ്റി വെച്ചിടാമോ? ഓക്കെ പോട്ടെ. എടുക്കാം. പറ്റിയോ? ഒരു കുഴപ്പമില്ല. വീട്ടിൽ പോയി ഇറങ്ങിയാൽ പോരായിരുന്നോ? അങ്ങ് കിടന്നു ഉറങ്ങണം. ഓൾറെഡി ഡെഡ്. ഓക്കെ കേട്ടോ. നമുക്ക് കാലാവസ്ഥ വരുന്നുണ്ടെന്ന് ഇല്ലെന്ന് വരുന്നുണ്ട്. റെഡ് ഓംലെറ്റ് മാഗി ആണ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? റെഡിയാണ്. 15 മാഗി ഉണ്ടെന്ന്. ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് മലയൊക്കെ കയറിയതിന് ശേഷം നമ്മൾ ആക്ച്വലി ഇത് ഏത് വഴിയാണ് ഇപ്പം? ഓക്കെ നമ്മൾ ആക്ച്വലി അപ്പം ഇനി അതിൻ്റെ മുകളിലോട്ട് കയറുക. സോ ലെറ്റ്സ് ഗോ. I just deviated. Oh, look at this. തേയിലത്തോട്ടൊക്കെ എന്താ ഒരു രക്ഷയില്ല. അതാണ് ആക്ച്വലി എന്തുവായിരുന്നു അയ്യോ എൻ്റെ പേരെന്തുവായിരുന്നു? പാലൊഴുകും വേറെ. സോ കറണ്ട്ലി അവരൊക്കെ സ്റ്റോപ്പല്ലേ. അപ്പോൾ കറണ്ട്ലി ഇപ്പം ഇതേ കണ്ടില്ലേ വറ്റി വരണ്ടിരിക്കുക. നത്തിങ് ടു ഡു. പൊളിച്ചില്ലേ? ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് തന്നെ. ആ എന്തായാലും മതി. വീഡിയോ ഫോട്ടോ
വരാട്ടുമേട്. ഓക്കെ. അയ്യോ ആൾക്കാരെ കാണിച്ചല്ലേ, നല്ല ആവശ്യം ഉണ്ടായിരുന്നു. You see those rays? അപ്പോൾ ആക്ച്വലി ദിസ് ഈസ് വരാട്ടുമേട്. വരാട്ടുമേട് ഈസ് ഡിഫറെൻറ്റ് മീൻസ് ഇപ്പോൾ കിടക്കുന്ന അവസ്ഥ കണ്ടല്ലോ, അത് ആക്ച്വലി എന്താ പറയുക, നേരത്തെ താറൊക്കെ വന്നിട്ട് രണ്ട് താറുകൾ ബ്രേക്ക് ഡൗൺ ആയിരുന്നു. അപ്പോൾ അത് പൊക്കിക്കൊണ്ട് പോകാനായിട്ട് JCB വിളിച്ചു. അപ്പോൾ JCB വന്നിട്ട് ഇവന്മാർ തൂക്കിക്കൊണ്ട് പോയി. അപ്പോൾ JCB വന്നതിന് ശേഷമാണ് ആ ഒരു പേയ്മെൻറ്റ് ഇത്രയും ദുർഘടം ആയത് എന്നാണ് അവിടെ നിന്ന് ആ കടയിൽ ചേട്ടൻ പറഞ്ഞത്. ആക്ച്വലി ആ പുള്ളിയും പിന്നെ അവിടെ വേറൊരു പുള്ളിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ നല്ല തുക ചിലവാക്കിയിട്ട് പണിതെടുത്തതാണ് ആ ഒരു പേയ്മെൻ്റ് എന്ന് പറയുന്നത്, ഇവർക്ക് കയറാനും ഇറങ്ങാനൊക്കെ എളുപ്പമായിട്ട്. അപ്പോൾ ഇതൊക്കെ ഓഫ് റോഡ് കയറുന്നവരൊക്കെ വന്ന് നശിപ്പിക്കുന്നുണ്ട്. മനഃപൂർവ്വം എന്ന് ഞാൻ പറയുന്നില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ പോകുന്നതിന് മുന്നേ പുള്ളിയോട് പറഞ്ഞു ഇവർ കറക്റ്റ് എല്ലാം റീവർക്ക് ചെയ്ത് കൊടുക്കാമെന്ന്. എന്നിട്ട് ഇവർ പോയപ്പോൾ രാത്രി 2 മണിയായിരുന്നു. അപ്പോൾ ആരാ ഉറക്കണിട്ടിരിക്കുന്നത്, എന്നിട്ട് അവരാ പോക്ക് പോയി. അപ്പോൾ എന്തായാലും എനിക്ക് അത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരു എന്ത് പറയാനായിട്ട് ഒട്ടുമേ അതൊരു ലെവലപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. ലൈക്ക് ദിസ് ഈസ് ബേസിക്കലി ചീറ്റിംഗ് മാൻ. ഇപ്പം അത് അവർ ചെയ്തത് വളരെ മോശമായിട്ട്. ബട്ട് എനിവേ, അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇത്രയും പാട് വിട്ട് കയറേണ്ടി വന്നത്, അല്ലെങ്കിൽ കയറാൻ ഇത്രയും പാട് വിട്ടത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് വരാട്ടുമേട്. ഇനി ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ആ പുള്ളിയുടെ കടയിൽ നിന്ന് ഒരു ലൈം 1-2 ലൈം അടിച്ചിട്ട് ഹൈഡ്രേഷൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെള്ളമൊക്കെ നിറച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ വരാട്ടുമേടൊക്കെ കയറി ഇറങ്ങി. അത്യാവശ്യം ടാസ്ക് ആയിരുന്നു. എനിക്ക് ആ ലാസ്റ്റത്തെ പോർഷൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. ഞാൻ പിന്നെ 2 പേര് വണ്ടി മുകളിൽ വച്ച് നിന്നിട്ടാണ് കയറിയത്. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ പൊക്കം കുറവായതുകൊണ്ട് അത്രയും ഹൈറ്റിൽ എനിക്ക് എത്താൻ പാടാണ്, ഒരു ചാൻസും ഇല്ല, എന്തായാലും വീഴും. അങ്ങനെ ഒന്ന് വീണത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് മടിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പകുതി വെച്ചെടുത്തുകൊണ്ട് കോൺഫിഡൻസ് അത്ര പോരായിരുന്നു. ശരി, എവിഡൻറ്റ്. ഒരു സോഡ ലൈമൊക്കെ കുടിച്ചതിന് ശേഷം കയറാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ആക്ച്വലി ഈ ജീപ്പുകാർ വരുന്നത്. ഈ ജീപ്പുകൾ പോയപ്പോൾ ട്രാക്ക് ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ച് ചെയ്തു. പിന്നെ ഓഫ് റോഡ് അല്ലാത്ത വണ്ടികൾ കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമായിരിക്കും എന്നേ പറയുന്നുള്ളൂ. അതായത് നേരത്തെ സിറ്റുവേഷനിൽ ഓക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും കയറ്റാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഞങ്ങൾ ആക്ച്വലി ആ 11 എണ്ണത്തിൽ 10 അഡ്വഞ്ചർ 390യും നമ്മൾ ആക്ച്വലി ഈ റോപ്പ് ഇട്ട് വലിച്ച് കയറ്റിയാണ് എടുത്തത്. അല്ലാതെ ഒരു വഴിയില്ല ആ വണ്ടികൾ മുകളിലോട്ട് കയറ്റാൻ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ട് അങ്ങനെ കയറ്റാൻ വരുന്നതെന്ന് വെച്ചാൽ, ഈ ജീപ്പുകളൊക്കെ പോയപ്പോൾ ഉണ്ടല്ലോ, ഈ മണ്ണൊക്കെ ഫുള്ള് ഇളകിപ്പോയി. മണ്ണ് ഫുള്ള് ഇളക്കിയിട്ട് ആക്ച്വലി ആ പേയ്മെൻ്റ് അല്ല, ആ ഒരു ഫസ്റ്റത്തെ ഇറക്കമില്ലേ, ആ ഇറക്കം ഫുള്ള് മണ്ണേ ഉള്ളൂ. ഇപ്പം നമ്മൾ കാല് വെച്ച് കഴിഞ്ഞാൽ പോഴ്ന്നു പോകുന്ന രീതിയിലുള്ള മണ്ണാണ്. ദ വീഡിയോ എൻഡ്സ് ഹിയർ ആൻഡ് യു നോ ദ ഡ്രിൽ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്.
പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് അല്ലെങ്കിൽ കൺസേൺസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ജസ്റ്റ് കമൻറ്റ് ഓൺ ദി കമൻറ്റ് സെക്ഷൻ. ഐ വിൽ ഷോർലി റിപ്ലൈ ടു ദാറ്റ്. ആൻഡ് ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ and you'll get such cool videos for free.